നമസ്കാരം, ഞാൻ ഡോക്ടർ ജയപാർവതി, പരബ്രഹ്മ ഹോസ്പിറ്റലിലെ ഡെന്റൽ സർജനാണ്. പുറകിലത്തെ പല്ലുകൾ ഓരോന്നായിട്ട് എടുത്തു മാറ്റുമ്പോൾ എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നത് പിന്നീട് എന്നതിനെ പറ്റിയാണ് പറയുന്നത്. എന്തെങ്കിലും മോണരോഗം കാരണമോ അല്ലെങ്കിൽ RCT ചെയ്യാനുള്ള ബുദ്ധിമുട്ടോ ഒക്കെ കാരണമായിരിക്കും പലരും പല്ല് എടുത്തു കളയുന്നതിലോട്ട് ചെന്നെത്തുന്നത്. പിന്നീട് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ താഴത്തെ പല്ലുകളാണ് എടുത്തു മാറ്റുന്നതെങ്കിൽ അതിൻ്റെ എതിർവശത്തുള്ള മോളത്തെ പല്ലുകൾ താഴോട്ട് ഇറങ്ങി തുടങ്ങാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതേപോലെ ഈ എടുത്ത പല്ലുകളുടെ സ്പേസിലോട്ട് താഴത്തെ പല്ലിൻ്റെ മറ്റുള്ള പല്ലുകളെല്ലാം അതിൻ്റെ അടുത്തോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങുകയും അതിന് ബലക്ഷയം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് പിന്നീട് ഇരുവശങ്ങളും വെച്ച് ചവയ്ക്കാൻ ബുദ്ധിമുട്ട് കാരണം, അതായത് ഈ പല്ലെടുത്ത കാരണം ഒരു വശം വെച്ചിട്ടായിരിക്കും അവർ ചവയ്ക്കുന്നത്. അത് പിന്നീട് TMJയുടെ ടെമ്പറോ മാൻഡിബുലർ ജോയിന്റിന്റെ ബലക്ഷയത്തിനും കാരണമാവുന്നു. അതായത് ഒരു വശം വെച്ചിട്ട് ചവച്ച് തുടങ്ങുമ്പോഴത്തേക്കും പിന്നീട് ആ പല്ലിനും ഇതുപോലെ മോണരോഗം ഉണ്ടാവുകയും ബലക്ഷയം സംഭവിക്കുകയും ആ പല്ലുകളും പിന്നീട് എടുത്തു മാറ്റുന്നതിലോട്ട് ചെന്നെത്തുന്നു. പിന്നീട് ഇവർക്ക് മുന്നിലത്തെ പല്ലുകൾ മാത്രമേ ആശ്രയിക്കാനായിട്ട് കാണൂ, ചവയ്ക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട്. ആ ഒരു ഫോഴ്സ് കൂടിയിട്ട് ആ പല്ലുകളും പിന്നീട് മോണരോഗം ഉണ്ടായി എടുത്തു മാറ്റുന്നതിലോട്ട് ചെന്നെത്തുന്നു. അതിനാൽ എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം, അതായത് നമുക്കിപ്പോൾ RCT ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ടൂത്ത് സേവ് ചെയ്യാൻ നോക്കുക. ഒട്ടും പറ്റുന്നില്ല എന്നുള്ള കണ്ടീഷനിൽ മാത്രമേ ഒരു പല്ല് എക്സ്ട്രാക്ഷൻ എന്നുള്ള രീതിയിലോട്ട് പോകാൻ പാടുള്ളൂ. ഇതുപോലെയുള്ള ടിപ്സിന് വേണ്ടിയിട്ട് പരബ്രഹ്മ ഹോസ്പിറ്റലിൻ്റെ ഈ പേജ് ഫോളോ ചെയ്യും.